റാം, ഇന്നലത്തെ അതേ അവസ്ഥ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ലോക്സഭ പോലെ അതിപ്രാധാന്യമുള്ള തന്ത്രപ്രധാന സ്ഥലത്ത് രണ്ടുപേർക്ക് വളരെ ഈസിയായി ഈ പറയുന്ന 3 ടയർ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് എങ്ങനെ അകത്തേക്ക് കയറാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാത്ത ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽപ്പാണ്. ഹഷ്മി, ആ ചോദ്യത്തിന് ഇതുവരെയും കൃത്യമായ ഒരു മറുപടി നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവം അത്യധികം വർദ്ധിപ്പിക്കുന്നത്. ഈ ലോക്സഭ പോലെ അതീവ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് പ്രധാനമന്ത്രി തന്നെ നാഥനായ ഒരു സഭയിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു. അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്, ആരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. 7 ഉദ്യോഗസ്ഥരെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന് കാരണമായ ഇത്തരത്തിലൊരു ആക്രമണത്തിന് കാരണമായ ഒരു സംഘടനയുണ്ടോ ഇതിന് പിന്നിൽ എന്നോ അവർ ആരൊക്കെയാണ് അതിന് പിന്നിലെന്നോ വിശദീകരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഔദ്യോഗികമായി പോലും അത്തരത്തിൽ ഒരു പ്രതികരണം പോലീസിന്റെയോ മറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്ന NIA, IB അടക്കമുള്ളവരുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇവർ ഒരു ഭഗത് സിംഗ് ഫാൻസ് ക്ലബ് എന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയ്ക്ക് അപ്പുറത്തേക്ക് ഇവർക്ക് പിന്നിൽ ഒരു ഏതെങ്കിലും സംഘടനയുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉന്നതതല യോഗം ചേർന്നെങ്കിലും ഇക്കാര്യത്തിൽ വിശദീകരണങ്ങൾ ഒന്നും തന്നെ ലഭ്യമാക്കിയിട്ടില്ല. മറിച്ച് ഇത് ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് വരുത്താനുള്ള ഒരു ശ്രമം ഈ ഘട്ടത്തിൽ നടക്കുന്നു. പ്രതിപക്ഷം അത് അംഗീകരിക്കാൻ തയ്യാറല്ല. സഭ അല്പസമയത്തിനകം വീണ്ടും സമ്മേളിക്കും. ഇതേ തന്ത്രം തന്നെ തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരണം നടത്തണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നുള്ളത്. ഇന്ന് ലോക്സഭയേക്കാൾ, ഈ ആക്രമണം നടന്ന ലോക്സഭയേക്കാൾ പ്രതിഷേധം ഏറ്റവും മുഴങ്ങിക്കേട്ടത് രാജ്യസഭയിലാണ്. അവിടെ പ്രതിപക്ഷത്തിന് കൂടുതൽ ശബ്ദമുണ്ട്. പ്രതിപക്ഷം പ്രധാനമായും മൗവാ മൊയ്ത്രയെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഒരംഗത്തെ ലോക്സഭയിൽ നിന്നും പുറത്താക്കിയത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് രംഗത്തെത്തിയത്. തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രായൻ ഈ വിഷയം അതിശക്തമായി ഉന്നയിച്ചു. ഒരംഗത്തെ പുറത്താക്കിയത് ഇതേ സുരക്ഷാ വിഷയം ഉന്നയിച്ചാണ്. എന്നാൽ ഒരു BJP അംഗത്തിന്റെ തന്നെ പാസുകൾ ഉപയോഗിച്ച് 2 പേർ സഭയ്ക്കകത്ത് കയറുകയും ഇത്തരത്തിൽ അതിക്രമം കാണിക്കുകയും ചെയ്തു. എന്ത് നടപടി ഇക്കാര്യത്തിൽ സർക്കാർ എടുത്തു? വിശദീകരണം നൽകാൻ പോലും പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ തയ്യാറാകുന്നില്ല എന്ന വിഷയമാണ് അതിശക്തമായി ഉന്നയിച്ചത്. തുടർന്നാണ് ഡെറിക് ഒബ്രയനെ ഈ സമ്മേളന കാലാവധി തീരും വരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ കാരണം ഉൾപ്പെടെ മുൻനിർത്തിയായിരിക്കും ഇനി 2 മണിക്ക് സമ്മേളിക്കുന്ന ഘട്ടത്തിൽ രാജ്യസഭയിൽ പ്രതിഷേധമുണ്ടാകുക. ലോക്സഭയിലും സമാനമായ പ്രതിഷേധങ്ങൾ ഇനി വരും ഘട്ടത്തിൽ വീണ്ടും സമ്മേളിക്കുമ്പോഴും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളവും ഇതിന് പിന്നിൽ ഒരു സംഘടനയ്ക്ക് ബന്ധമുണ്ടോ, അത്തരത്തിലൊരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. നിലവിലുള്ള 6 പേർക്ക് ഇപ്പോൾ കസ്റ്റഡിയിലും അറസ്റ്റിലുമായുള്ള 6 പേർക്ക് അപ്പുറത്തേക്ക് മറ്റൊരു സൂത്രധാരൻ ഇതിന് പിന്നിലുണ്ട് എന്ന സൂചന അന്വേഷണ സംഘം ഇന്ന് രാവിലെ നൽകിയിരുന്നു. എന്നാൽ അത് ആരാണ്, എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവർ ഒരു സംഘടനയും ഭാഗമല്ലാതെ ഇവർ നേരത്തെ നൽകിയ മൊഴി അനുസരിച്ച് യുവാക്കളുടെ തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ മുൻനിർത്തിയുള്ള ഒരു പ്രതിഷേധത്തിന് മാത്രമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ ആ വിഷയങ്ങളും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. പ്രതിപക്ഷം കാലങ്ങളായി ഉന്നയിക്കുന്ന വിഷയങ്ങളാണ് അത്. അതിനെ സർക്കാരിന് അഭിമുഖീകരിക്കേണ്ടി വരും, അതിലും മറുപടി നൽകേണ്ടി വരും. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും മറുപടി സഭയ്ക്കകത്ത് ആവശ്യപ്പെടുന്നതും. ഹഷ്മി, ബൽറാം നെടുങ്ങോടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.